ഉത്സവത്തിൻ്റെ കാര്യം പറയുമ്പോൾ കുറേ ദിവസം കൊണ്ട് കുറേ നാളുകൾ കൊണ്ടേ കേൾക്കുന്നൊരു കാര്യമാണ്. ഉത്സവത്തിൻ്റെ ഇടയിൽ ഇന്ന ആളുടെ ചിത്രം കൂടെ കൊണ്ടുവന്നു, വിപ്ലവ ഗാനം കേൾപ്പിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ഞാൻ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ നടക്കുന്നത്? അമ്പലം എന്ന് പറയുന്നത് ഒരിക്കലും പാർട്ടിക്കാർക്കുള്ള ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നാറില്ല. പാർട്ടികളെ വിശ്വസിക്കുക. ഏത് പാർട്ടിയായാലും പാർട്ടിക്കൊരു തത്വശാസ്ത്രമുണ്ട് അല്ലേ? അതിൽ ഒരുപാട് മഹത് വ്യക്തികളുണ്ട്. ഇവരെല്ലാം തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും തങ്ങളുടെ പാർട്ടിയെക്കുറിച്ചും എല്ലാം എഴുതി വച്ചിട്ടുള്ള കുറേ ലേഖനങ്ങളും പുസ്തകങ്ങളും ഒക്കെയുണ്ട്. അപ്പം എല്ലാ പാർട്ടികൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ശാസ്ത്രം എന്ന് പറയാം, ഒരു ഹിസ്റ്ററി ഉണ്ട്, അതിനൊരു ശാസ്ത്രമുണ്ട്, അതിനൊരു അടിത്തറയുണ്ട്, ചില മൂല്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയാണ് പാർട്ടിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും ദൈവത്തിൽ വിശ്വസിക്കത്തില്ല അല്ലേ? പാർട്ടി വേറെ, ദൈവം വേറെ. പക്ഷേ പാർട്ടിയെ വിശ്വസിക്കുന്നവർ ഒരിക്കലും ദൈവവിശ്വാസികളാവില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. പാർട്ടിയെ മാത്രം വിശ്വസിക്കട്ടെ, അവർക്കൊരിക്കലും ദൈവത്തിനോടോ മറ്റൊന്നും തോന്നുന്നില്ല. അവർക്ക് എല്ലാം പാർട്ടിയാണ്. അങ്ങനെ പാർട്ടിയെ മാത്രം വിശ്വസിച്ച് നടക്കുന്ന ആളുകൾ എന്തിന് അമ്പലത്തിൽ പോയി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു? ഇവിടെ കുറച്ച് പാർട്ടിക്കാരൊക്കെ ഉണ്ട്. അവർ ഇവിടുത്തെ അമ്പലത്തിലും എവിടെയൊക്കെ അവർക്ക് നേതൃത്വം ചെയ്യാൻ പറ്റുമോ അവിടെ എല്ലാം കയറി അവർ നേതാവ് കളിച്ചിങ്ങനെ നടക്കുകയാണ്. ഞാൻ തന്നെ ചിന്തിച്ചു, ഇവർ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുടെ തത്വശാസ്ത്രം ഒന്നാണ്, വേറെ പല കാര്യങ്ങളുമാണ് ചെയ്യുന്നത്. അതൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കേണ്ട ഈ പാർട്ടിക്കാർ എന്തിനീ അമ്പലങ്ങളിൽ കയറി ഭരണസമിതിയിൽ കയറിയിരിക്കുന്നു? രണ്ട് ഇതുമുണ്ട്, രണ്ട് ക്ഷേത്രങ്ങളുടെ അവിടെ എല്ലാം ഇവർ തന്നെയുള്ളൂ. എവിടോട്ട് തിരിഞ്ഞാലും ഇവരുടെ നേതൃത്വമാണ്. എനിക്ക് തന്നെ കണ്ടിട്ട് പാർട്ടി ചെന്ന ഇവർ, അമ്പലത്തിൽ ചെന്നാൽ അവർ, വേറൊരിടത്ത് ചെന്നാൽ അവിടെ ഇവരൊക്കെ തന്നെയാണ് മൊത്തം നേതൃത്വം കൊടുക്കുന്നത്. അപ്പം പിന്നെ എന്തിനാണ്? അപ്പോൾ എല്ലായിടും ഒരു കാര്യം തന്നെ ആയിരിക്കുമല്ലോ നടക്കുന്നത്. അമ്പലത്തിൻ്റേതായിട്ടുള്ള ചിട്ടവട്ടങ്ങളും കാര്യങ്ങളില്ല. അപ്പോൾ അത് ആ രീതിയിൽ പോകണ്ടേ? പാർട്ടിക്ക് പാർട്ടിയുടേതായിട്ടില്ല. അപ്പോൾ ഇവർക്കോ ഈ ഒരു വ്യക്തികൾക്കെന്ന് പറയുന്നത് പല സ്വഭാവമാണ് അപ്പോൾ ഉണ്ടാകുന്നത്. അവരുടെ പ്രവർത്തികൾ ചിലപ്പോൾ ആർക്കും പിടിക്കാത്ത രീതിയിലായിരിക്കും. അപ്പോൾ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നു. ഉത്സവം എന്ന് പറയുമ്പോൾ അതിന് ക്ഷേത്ര ചടങ്ങുകൾ, മറ്റു കാര്യങ്ങൾ, ആ ഒരു രീതിയുണ്ട്. ആ രീതിയിൽ പോട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഈ വിപ്ലവഗാനവും ഓരോരുത്തരുടെ ഫോട്ടോ എടുപ്പും മറ്റ് വെപ്പുമൊക്കെ എന്തിനാണ്? അവിടെയും ബഹളമുണ്ടാക്കുക എന്നുള്ളതല്ലേ നടക്കുന്നത്. കാരണം ഒരാൾ വെച്ച് കഴിഞ്ഞാൽ മറ്റു പാർട്ടിക്കാരനാണ്, അവനത് വെച്ചു, എനിക്കും വെക്കണം, ഈ ബഹളമായിരിക്കും. പിന്നെ ഈ പാർട്ടിക്കാർ തമ്മിൽ അതിൻ്റെ പേരിലുള്ള യുദ്ധമായിരിക്കും. എന്ത് യുദ്ധം വന്നാലും വീട് കിടക്കുന്ന അച്ഛനും അമ്മയ്ക്കും പെങ്ങൾക്കും ചേട്ടനും അനിയനും ഒക്കെ ആയിരിക്കും ബുദ്ധിമുട്ട്. പാർട്ടിയിലെ തലപ്പത്തിരിക്കുന്ന ഒരു കാര്യങ്ങൾ അവർ സുഖമായിട്ട് കിടന്നുറങ്ങും. ഈ അനുയായികളെല്ലാം തമ്മിൽ കിടന്ന് യുദ്ധം ചെയ്ത് കുറേ ജീവനുകൾ നഷ്ടപ്പെട്ട് കുറേ കുടുംബങ്ങൾ അനാഥമായി. ചിലപ്പോൾ ഈ യുദ്ധം ചെയ്യുന്ന ആളുകളൊക്കെ ഏതെങ്കിലും പാവം പിടിച്ച വീട്ടിലെ ഒരു പെങ്കൊച്ചിനെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് അല്ലേ ജീവിതം തുടങ്ങിയായിരിക്കും. അതിലൊരു ചെറിയ കുഞ്ഞായിരിക്കും ഉള്ളത്. ഇയാൾ ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെയും ആ പെണ്ണിൻ്റെയും ജീവിതം പോയി. യുദ്ധം ചെയ്യുന്നവർക്ക് അങ്ങനെ യുദ്ധം ചെയ്യാം, ചാകുന്നവർക്ക് അങ്ങനെ ചാകും, രക്ഷപ്പെട്ടല്ലോ, അവർക്ക് പിന്നുള്ളതൊന്നും അറിയണ്ടല്ലോ. പക്ഷെ ഗതി കിട്ടാത്ത ആത്മാക്കളെ പോലെ അലഞ്ഞ് നടക്കുമല്ലോ എന്നൊക്കെ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും അനുയായികൾ സുഖമായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. കാരണം അവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ കർത്തവ്യമുള്ളത്. മുകളിലോട്ടുള്ള നേതാക്കന്മാർക്ക് പിന്നെ നേതാവെന്നുള്ള ഒരു പരിഗണനയാണല്ലോ ഉണ്ടാവുക. ആയിക്കൊള്ളട്ടെ, എല്ലാവരും നല്ലതായിട്ട് പോട്ടെ, എല്ലാവരുടെ മനസ്സിന് സന്തോഷമായിട്ടിരിക്കട്ടെ. മനസ്സുകളെ വിഷമിപ്പിച്ചുകൊണ്ടൊന്നും ചെയ്യാതിരിക്കുക. സന്തോഷം എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഉത്സവം, അതിൽ പങ്കെടുക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ എല്ലാ മനസ്സുകൾക്കും തോന്നട്ടെ. മനസ്സ് സന്തോഷമായിട്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതവും സന്തോഷമായിട്ടിരിക്കും. ശരിയല്ലേ?